ഹായ് ഫ്രണ്ട്സ്, രാജേഷ് ടിപ്സിലേക്ക് നിങ്ങൾക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് നമ്മൾക്ക് ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ച് നമുക്ക് വണ്ണം കുറയ്ക്കാം എന്നുള്ളതാണ്. ഇന്നത്തെ ഈ ജീവിത സാഹചര്യത്തിൽ അമിതമായ ഭക്ഷണം കഴിക്കുന്നത് മൂലം ആളുകളിൽ പൊണ്ണത്തടി ഉണ്ടാകുന്നു. അപ്പോൾ ഇത് നമ്മൾക്ക് ഏത് ഭക്ഷണം കഴിച്ച് അത് പരിഹരിക്കാം എന്നുള്ളതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. വളരെയധികം ആളുകൾ ഈ പൊണ്ണത്തടി കാരണം ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ഇത് പരിഹരിക്കുന്നതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സാണ്. ഇതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഈന്തപ്പഴമാണ്. ഈന്തപ്പഴത്തിൽ ധാരാളമായ ഊർജം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ രാവിലെ ഭക്ഷണത്തിനൊപ്പം കഴിക്കുന്നത് ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നു. ഇത് നമ്മൾ കഴിക്കുന്നത് വഴി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് മധുരം കഴിക്കണമെന്ന് തോന്നുന്നവർക്ക് ഇത് വളരെയധികം ഗുണം ചെയ്യുന്നു. മാത്രവുമല്ല, ഈന്തപ്പഴത്തിൽ ധാരാളമായിട്ട് പൊട്ടാസ്യം, സിങ്ക് എന്നിവയെല്ലാം ഉണ്ട്. ഇത് നമ്മൾക്ക് നല്ല ഒരു ദിവസത്തെ ഫുള്ള് ഊർജം നമ്മൾക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ ഇത് കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരം ഇതിനെ എല്ലാ രോഗപ്രതിരോധത്തിനെയും ചേർത്ത് നിൽക്കാനുള്ള ഒരു ഊർജം ഈന്തപ്പഴം കഴിക്കുന്നതിനോടൊപ്പം നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഈന്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൽ ധാരാളമായിട്ട് നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ നമ്മൾക്ക് ദഹനം നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ഊർജത്തെ വീണ്ടെടുക്കുന്നതിന് ഇത് സഹായിക്കുന്നു. അതുപോലെ ഈന്തപ്പഴത്തിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വയറ് നിറഞ്ഞതുപോലെ തോന്നും. അപ്പോൾ നമ്മൾ ആഹാരം കുറച്ചേ വീണ്ടും കഴിക്കുകയുള്ളൂ. അതുവഴി നമ്മുടെ വണ്ണം പരമാവധി കുറയുന്നതാണ്. അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ബുദ്ധിവികാസത്തിനും എല്ലാം ഈന്തപ്പഴം വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ ഞരമ്പുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള രക്തപ്രവാഹം നല്ല രീതിയിൽ നടത്തുന്നതിനുമെല്ലാം ഈന്തപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ നമ്മുടെ പഴയ കോശങ്ങളൊക്കെ നശിച്ചു പോയത് പുതിയതുണ്ടാകുന്നതിനും ഈന്തപ്പഴം കഴിക്കുന്നത് വളരെ ഗുണകരമാണ്. പിന്നെ മുടിയുടെ സംരക്ഷണത്തിനും അതുപോലെ മറ്റ് പല പല ഗുണങ്ങൾ ഈന്തപ്പഴം കഴിക്കുന്നത് വഴി ലഭിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.